ഹായ് ഓൾ. ഇന്ന് ഞാൻ കുക്കിംഗ് ബ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. ക്രിസ്മസിന് റെഡിയാക്കിയ സദ്യയാണ് ഞാൻ കാണിക്കുന്നത്. നോൺ വെജ് സദ്യയാണ്. ഫസ്റ്റ് മീൻ കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനം പൊടിവർഗ്ഗങ്ങളിൽ നമുക്ക് ഉലുവ ഞാൻ കടുക് പൊട്ടിക്കുന്നതിന് പകരം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കായപ്പൊടിയുണ്ട്, കുരുമുളക് പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ പുളി, നമ്മളുടെ തോട്ടുപുളി, വലിയ തോട്ടുപുളി. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനം വേണമെന്ന് പറഞ്ഞാൽ ചുവന്നുള്ളിയുണ്ട്, അത് ചെറിയൊരു 8 കഷ്ണം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി ആവശ്യത്തിന്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില. എനിക്ക് എത്ര എണ്ണമെന്നൊന്നും പറയാനറിയത്തില്ല, എൻ്റെ ഒരു കൈ കണക്കിനനുസരിച്ചാണ് ഞാൻ എടുക്കാറുള്ളത്. പിന്നെ വാളംപുള്ളി ഞാൻ 4 എടുത്തിട്ടുണ്ട്. ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. ആക്ച്വലി വെളിച്ചെണ്ണ ഇവിടുത്തെ തണുപ്പ് കാരണം ഫുള്ള് നല്ല തണുത്തുറഞ്ഞിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. കുറച്ച് നേരം അവിടെ അടുപ്പും ഭാഗത്ത് വെച്ചാണ് ഞാനൊന്ന് ഇതാക്കിയത്. അപ്പോൾ വെളിച്ചെണ്ണ ഞാനൊരു 2 സ്പൂണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തിൽ ഉലുവ ചേർക്കാം. പിന്നെ ഉലുവ ഒന്ന് പൊട്ടി വരണം. കടുകിന് പകരമാണ് ഞാൻ ആക്ച്വലി ഈ ഉലുവ ചേർക്കുന്നത്. നല്ലതാണ്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മളുടെ മീൻ കറിക്കൊക്കെ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഉലുവയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തിൽ നമ്മൾ അരിഞ്ഞ് വെച്ച സാധനങ്ങൾ ചേർക്കാം. അരിഞ്ഞ് വെച്ച ഉള്ളികളും പച്ചമുളകും ഒക്കെ ചേർക്കാം. അപ്പോൾ ഫസ്റ്റ് ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ചേർക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ഇടാം, പക്ഷേ ഒരു ഓർഡറിൽ നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എല്ലാം ഇട്ട് കൊടുത്ത് അതിനൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ അത് പച്ചമുളക് ഇട്ടതിന് ശേഷം നമുക്ക് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റാൻ വേണ്ടി വെക്കുക. നല്ല അങ്ങ് ഡാർക്ക് ബ്രൗണൊന്നും ആകണ്ട, ഒരു നല്ലൊരു വാടുന്ന രീതിയിൽ, ഇതിൻ്റെ പച്ച ഇതൊക്കെ ഒന്ന് മാറി നല്ല രീതിയിലൊന്ന് വാടുന്ന രീതിയിൽ നമുക്ക് ഇതൊന്ന് വഴറ്റാനെടുക്കാം. അപ്പോൾ അത് വഴറ്റിയിട്ട് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് കാണാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴണ്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എടുത്ത് വെച്ച പൊടികളെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് തീ നമ്മൾ ചെറുകനെയാണ് വെച്ചേക്കുന്നത്, ചെറുതായിട്ടാണ് തീ വെച്ചേക്കുന്നത്. അപ്പോൾ ഈ പൊടിയെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റില്ല, ആ ഒരു പച്ചപ്പൊടികളുടെ എല്ലാ പച്ചമണം മാറുന്ന രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചാൽ തന്നെ പിടിക്കരുത്. കുറച്ച് എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു നല്ല ചുവപ്പ് കാശ്മീരി ചില്ലി ആയിട്ടാണ് ഞാൻ ഇത്ര ഇട്ടേക്കുന്നത്. എരിവൊട്ടും തന്നെ കാണത്തില്ല, പച്ചമുളകിൻ്റെ എരിവേ വരത്തുള്ളൂ. പിന്നെ കുരുമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് എരിവിനുള്ള ഒത്തിരി എരിവ് വേണ്ട, പക്ഷേ എന്നാൽ നമുക്ക് നാട്ടിലെ കൂട്ട് റെഡ് കളറായിട്ട് കാണുകയും ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ സ്പൂണിലെടുക്കാൻ അറിയത്തില്ല, നമ്മളുടെ ഒരു കണക്കനുസരിച്ച് ഞാൻ ഇടുകയാണ് മീൻ കറിക്ക്. കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ മീൻ കറി ഇങ്ങനെ ഈ ഒരു സമയമാകുമ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് ഇളക്കുമ്പോഴത്തേന് ചട്ടിയിൽ നിന്ന് ആ ഒരു അരപ്പ് വിട്ട് വരണം. അതിന് പ്രത്യേക എന്ന് വെച്ചാൽ അത് നല്ലൊരു പാകമാണെന്ന് വെച്ചാൽ ആ ഒരു മുളക് പൊടിയൊക്കെ ഒന്ന് വേകാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യത്തെ ഒരു ലെയർ വെള്ളം ഒഴിക്കുന്നതെന്ന് പറയുന്നത്. അത് ശരിയാണ്, നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ പുളി ഇട്ടത് ആ പൊടിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുളി ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പുളിരസം നമ്മളുടെ അരപ്പിലോട്ട് പിടിക്കുന്നു. ആക്ച്വലി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് മീനിനെ പെരട്ട് പോലെ കറി വെക്കാനും നല്ലതാണ്, വറക്കാനും ഇങ്ങനൊരു പൊടിയാക്കിയിട്ട് നല്ല. ഉപ്പ് പൊടിയാണെങ്കിൽ ഞാൻ സ്പൂണിലൊന്നും എടുക്കാറില്ല, ഇങ്ങനെ എൻ്റെ ഒരു കണക്കിനനുസരിച്ചിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും. അത് റെഡിയായെങ്കിൽ അത് നിർത്തും, അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പുളി ഇട്ടതിന് ശേഷം നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെടുക്കുമ്പോഴും നല്ല പെട്ടെന്ന് ആ പുളി അതിൻ്റെ അതിലോട്ട് ഇറങ്ങുകയും ചെയ്യുന്നത് കറിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് ഈ കോട്ടയം സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. കറിക്കൊരു പ്രത്യേക ഒരു രുചിയായിരിക്കും. ഈ പുളി അങ്ങോട്ടും ഇങ്ങോട്ട് അതിലോട്ടങ്ങ് ഇറങ്ങും, നമ്മൾ കുതിരുന്നുമില്ല. എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ഒഴിച്ച് അതിനെ ഒരു ചെറിയ രീതിയിൽ ഹീറ്റാക്കുകയല്ലേ. ഞാനിങ്ങനെ തീ കൂട്ടി വെച്ചിട്ടില്ല, തീ കുറച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കണ്ട ആ ഒരു അരപ്പിൻ്റെ കളറ് തന്നെ അങ്ങോട്ട്
മാറി ഇത് തന്നെ മതി, മീൻ ഇടാതെ തന്നെ ഇത് തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ഒരു അരപ്പിന് തന്നെ. ഉണ്ട് ഈ അരപ്പെടുത്ത് മീൻ പുരട്ടി വറക്കാനും നല്ല ടേസ്റ്റാണ്, ചെറിയൊരു പുളിയോട് കൂടിയുള്ളൊരു രുചിയൊക്കെയാണ്. പിന്നെ ആവശ്യത്തിന് ഞാൻ പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്, ചൂടുവെള്ളം ഒഴിക്കേണ്ടവർക്ക് ചൂടുവെള്ളം ഒഴിക്കാം. എനിക്കതിലൊന്ന് ഇരുന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ആ അരപ്പൊന്ന് കുറുക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമനുസരിച്ചുള്ള വെള്ളം ഇട്ടാൽ മതി. എനിക്ക് ഒത്തിരി ചാറ് വേണ്ട, എനിക്കൊന്ന് കുറുകിയിരിക്കുന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മീൻ ഒത്തിരി ചാറില്ലാണ്ട് ഒരു ചെറിയൊരു കുറുകലോട് കൂടിയുള്ളൊരു മീനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആവശ്യം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് നോക്കുവാണ് ഞാൻ. എനിക്കതങ്ങനെ ഉപ്പ് നമ്മളിങ്ങനെ ഇത്ര സ്പൂൺ ഉപ്പ് വേണമെന്നില്ല. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇടുക, നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക. എല്ലാവർക്കും ഒരേ ഉപ്പിൻ്റെ രസമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പുകൾ ഇട്ട് കൊടുക്കുക. അത് ഇത്ര സ്പൂണെന്നൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. കഴിച്ചിട്ട് എല്ലാവരും നല്ലതെന്ന് പറയും. ഓക്കെ, രണ്ടാമത് നോക്കിയിട്ട് ഉപ്പ് ഇട്ടതിന് ശേഷം ഓക്കെ ഉപ്പ് ഓക്കെ ആയി. കുറച്ചുകൂടെ വെള്ളം എടുക്കുന്നുണ്ട് ഞാൻ. ആക്ച്വലി കുറച്ചുകൂടെ വെള്ളം വേണമെന്ന് വെച്ചാൽ കാരണം അത് കറിയൊന്നും തിളയ്ക്കണമല്ലോ. തിളച്ച് അത്രയും മീൻ 1.5 kg നെയ്മീനാണ്. അപ്പോൾ അത്രയും മീൻ അതിൽ കിടക്കണമല്ലോ. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ നമുക്ക് വെക്കണം. തിളച്ചതിന് ശേഷമായിരിക്കും നമ്മൾ മീൻ ഇടുന്നത്. അപ്പം നമുക്ക് നല്ല തിള വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി മീൻ എല്ലാം ഇടും. അപ്പോൾ അതിൻ്റെ തല ജസ്റ്റ് അവർ ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായത്. സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തതാണ് മീൻ്റെത്. അല്ലെങ്കിൽ ഒരുമാതിരി നമുക്ക് എത്ര കറിയാണെങ്കിലും അതിൽ പിടിക്കാത്തൊരു ഫീലിംഗ് എനിക്ക് വന്നിട്ടുണ്ട്. ഞാൻ 2-3 വട്ടം ഇപ്പോൾ ഈ മീൻ കറി വെച്ചപ്പോഴത്തേക്കിന് സ്കിന്നോട് കൂടി എനിക്ക് ആ ഒരു ടേസ്റ്റ് പൂർണ്ണമായിട്ടും കിട്ടുന്നില്ല. പക്ഷേ ഇത് ഞാൻ ഇതിന് മുൻപൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സ്കിന്ന് റിമൂവ് ചെയ്ത് നല്ലതാണ്. ആ ഒരു പുളിയും അതിൻ്റെ ആ എല്ലാ സത്തും നമ്മുടെ ആ മീനിലോട്ട് കറക്റ്റായിട്ട് ഇറങ്ങി ചെല്ലും. ആദ്യമേ ഞാൻ വിചാരിച്ചു ഈ മീൻ ഇതിന് തികയത്തില്ല, വെള്ളം പോരാതെ വരുമെന്ന്. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകുന്ന മീനല്ലല്ലോ. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിരത്തി ഒന്ന് ഇച്ചിരി ഒന്ന് കൊടുക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അതെല്ലാം എല്ലായിടും ഒന്ന് പാകത്തിൽ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ആ 1.5 കിലോ മീനും ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ട്. എല്ലാം ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്നിരുന്നു. ഇനി അതിലൊന്ന് വേഗട്ടെ അവിടെ. അതാ ഞാൻ ഒഴിച്ചെന്ന് പറഞ്ഞാൽ എല്ലാ ഇതിലൊന്നും പറ്റും. അപ്പോൾ ഇന്നും ചെറുതായിട്ട് തിളയൊക്കെ വരും. തിളയ്ക്കുമ്പോൾ തന്നെ മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഓക്കെ ആയി. ഇങ്ങനെ കറി കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇപ്പോൾ ഇതെനിക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഫീലിങ്, കഴിക്കാനൊരു ഫീലിങ്. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇളകി, ഞാൻ തവി ഇട്ട് ഇളക്കാറില്ല, ജസ്റ്റ് ഇതുകൊണ്ടൊന്ന് ഇളക്കും. എന്നൊന്ന് പിടിച്ചൊന്ന് കുലുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ ഭാഗത്തൊക്കെ ഒന്നൊരു ഇത് വരും. പിന്നെ ഒരു ഫൈനൽ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഇടുന്നത്. അപ്പോൾ അതവിടെ വേകുന്ന സമയത്ത് ഞാനിവിടെ ഇത്തിരി കൊഞ്ച് റോസ്റ്റ് ചെയ്യാൻ വേണ്ടി പുരട്ടി വയ്ക്കാം. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, 1 കിലോ കൊഞ്ചാണ്, ഒന്നുമില്ല ആക്ച്വലി. അത് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ്റ്റാക്കി വരുമ്പോൾ ഒന്നും കാണില്ല. കുരുമുളക് പൊടി ഇട്ട്, പിന്നെ നമുക്ക് മുളക് പൊടി ഇടണം, ഇത്തിരി മല്ലിപ്പൊടി ഇട്ട്. ഞാൻ അങ്ങനെ അധികം മല്ലിപ്പൊടി യൂസ് ചെയ്യാറില്ല, കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അത് എല്ലാം കൂടെ പറയുമ്പോൾ 1 സ്പൂണും ഇല്ല. പിന്നെ ആവശ്യത്തിനായിട്ടുള്ള മുളക് പൊടിയും കൂടി ഇടുക. ഈ മുളക് പൊടിയും കൂടി ഇട്ട് നമുക്ക് കുറച്ച് നാരങ്ങയും കൂടെ വേണം. നാരങ്ങയും പിഴിഞ്ഞ് നമ്മൾ ഉപ്പിട്ട കാര്യം പറഞ്ഞില്ല അല്ലേ. ഉപ്പും കൂടി ഇട്ടതിന് ശേഷം വേണം നമുക്കതിനെ പുരട്ടി വെക്കേണ്ടത്. അപ്പോൾ ഉപ്പിടുക, ഉപ്പും ഇട്ട് നോക്കുക. ഇട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രമാത്രം ഉണ്ട്. നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഞാൻ നല്ല രീതിയിൽ പുരട്ടി 1.5 മണിക്കൂർ ഞാനങ്ങ് വെക്കും. അപ്പോൾ അതിൻ്റെ അതിലങ്ങ് നല്ല രീതിയിൽ അതങ്ങ് പിടിച്ചെടുക്കും. പിന്നെ നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫൊക്കെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഇത് ആക്ച്വലി വീഡിയോയ്ക്കകത്തിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി, ബാക്കിയുള്ള റോസ്റ്റ് ചെയ്യുന്ന കാര്യം. ഇത് ഞങ്ങൾ 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം
ആ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ ഉള്ളിയും എല്ലാം കൂടി ഇട്ട് വഴറ്റി, ജിഞ്ചറും ഗാർലിക് പേസ്റ്റും എല്ലാം കൂടി ഇട്ട് വഴറ്റി അതിന് ശേഷം തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇതുകൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തങ്ങ് എടുക്കുകയാണ്. കുറച്ച് ഡ്രൈ റോസ്റ്റ് ആയിരിക്കും ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് മീൻകറി എന്തായെന്ന് നോക്കാം. ഇവിടെ മീൻകറി നല്ല വൃത്തിക്ക് തിളച്ചപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മണ്ടയ്ക്കൊന്ന് ഇട്ടിട്ടുണ്ട്. കാരണം ആ ഒരു പച്ച കറിവേപ്പില തിളച്ചൊരു മീനിൻ്റെ മണ്ടയ്ക്ക് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്, മണവുമാണ്. അപ്പം ഞാൻ ഗ്യാസ് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം വളരെ കുറച്ചാണ് ഞാൻ ഗ്യാസ് വെച്ചേക്കുന്നത്. അപ്പം മീൻകറി ഏകദേശമായിട്ടുണ്ട്. ഇനിയൊരു 5 മിനിറ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ മീൻകറിയുടെ കാര്യത്തിലൊക്കെയോ. അപ്പോൾ ഈ സ്ഥലത്ത് ഇപ്പുറത്ത് ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബീഫ് ഞാൻ തലേദിവസം രാത്രി തന്നെ ബീഫും ചിക്കൻ നാട്ടുകോഴിയാണ് ഞാൻ. അപ്പം ബീഫും ചിക്കനും ഞാൻ രാത്രി തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും കൂടിയിട്ട് മസാലപ്പൊടിയും കൂടിയിട്ട് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് വരാം. അത് അരിയുമ്പോഴത്തേക്കിനും ചില സമയത്തൊക്കെ ഞാൻ അരിയത്തുള്ളൂ, ചില സമയത്തൊക്കെ മിക്സിയിലിട്ടോ അല്ലെങ്കിൽ ക്രഷറിലൊക്കെ ഇട്ടങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കത്തേ ഉള്ളൂ. ഇന്നിപ്പോൾ കുറച്ചൊരു തനി നാടൻ രീതി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. ചെറുതായിട്ടൊക്കെ അരിഞ്ഞാൽ മതി, രണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി. ചതച്ചെടുക്കുന്നതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഉള്ളിയാണെങ്കിൽ ഇതൊക്കെ ചതച്ചെടുക്കാൻ പറ്റിയ അത്രയും നല്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് അരകല്ലിൽ കൊണ്ടിട്ട് ചതയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങളുടെയൊക്കെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മീൻകറികളാണ് ഇഷ്ടം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് ചിക്കൻ അല്ലെങ്കിൽ ബീഫ് നിങ്ങൾക്കൊക്കെ വെക്കാനാണ് ഇഷ്ടം? ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നതാണോ അതോ കറിയായിട്ട് വെക്കുന്നതാണോ ഇഷ്ടം? ഇനിയിപ്പോൾ നമ്മൾ മീൻകറിക്ക് അല്ലെങ്കിൽ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉള്ളി, സവാളയും കൂടി ഇടുന്നുണ്ട് റോസ്റ്റ് ചെയ്യുന്നതിന്. ഈ സവാള തന്നെ നമുക്ക് ചിക്കൻ കറിക്കാണെങ്കിലും ഇതെല്ലാം അരിഞ്ഞ് വെച്ചേക്കുന്നത് ഞാൻ ചിക്കൻ കറിക്കും നാടൻ കോഴിയാണ് മേടിച്ചത്. അപ്പം നാടൻ കോഴി കറി വെക്കുന്നതിനും ബീഫ് റോസ്റ്റിനും പ്രോൺ റോസ്റ്റിനും വേണ്ടി ആണ് ഇത്രയും സാധനം എടുത്തേക്കുന്നത്. ഓക്കെ, അരിഞ്ഞേക്കുന്നത് ഒരുമിച്ച് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ മൂന്നിനും ആവശ്യമായ സാധനങ്ങളൊന്നാണല്ലോ. അപ്പോൾ ഇതങ്ങ് അരിഞ്ഞ് മാറ്റി വെക്കാമെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള മീൻ കറി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു സദ്യക്ക് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നോൺ വെജ് സദ്യക്ക് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ കറി, അതായത് നാടൻ കോഴി ഉരുളൻകിഴങ്ങിട്ട് വെച്ചത്, പിന്നെ ബീഫ് റോസ്റ്റും പ്രോൺസ് റോസ്റ്റും, മീൻ കറി, കപ്പ കുഴച്ചത്, മോര് കറി, പിന്നെ ക്യാബേജും ക്യാരറ്റും കൂടെയുള്ള തോരന്, പിന്നെ ഒരു തട്ടിക്കൂട്ട് മാങ്ങ, കടുമാങ്ങ. ഇത് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. തട്ടിക്കൂട്ട് കടുമാങ്ങ എന്ന് പറയാൻ കാരണം 5 മിനിറ്റിൽ റെഡിയാക്കി എടുക്കുന്ന കടുമാങ്ങയാണ്. അത് ഞാൻ ഇനി സെപ്പറേറ്റ് ആയിട്ട് ഒരു ദിവസം ഒരു വ്ളോഗിലിട്ടേക്കാം. വെറും 5 മിനിറ്റ് മതി ആ ഒരു തട്ടിക്കൂട്ട് മാങ്ങ റെഡിയാക്കാം. നമ്മൾ അരിയുന്ന ഒരു സമയം മതി, മാങ്ങ അരിയുന്ന ഒരു സമയം മാത്രം മതി. അത് നമ്മൾ സവാള എല്ലാം അരിഞ്ഞ് നല്ല കുഞ്ഞ് നല്ല സവാളയായിരുന്നു. ചില സമയത്ത് നമ്മൾ ഇവിടെ സവാള മേടിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റില്ല. ഇതൊരു നമുക്ക് നാടൻ സവാളയുടെ എന്താണെന്ന് വെച്ചാൽ നാടിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സവാള കൂട്ട് തോന്നി. ആക്ച്വലി ഈ ഒരു സവാളയുടെ ടേസ്റ്റ് നല്ലതായിരുന്നു നമുക്ക്. നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കട്ടെ. സവാളയൊക്കെ നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് നമുക്ക് ബീഫ് എന്തായെന്നൊക്കെ. ഓക്കെ, ബീഫ് ഞാൻ പറഞ്ഞില്ലേ രാത്രി തന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നല്ല തണുപ്പ് കാരണം അതിൻ്റെ നെയ്യും ഇതെല്ലാം കൂടെ റെഡിയായി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സാധനങ്ങൾ. അത് ബീഫ് റോസ്റ്റ് ചെയ്ത് തേങ്ങാക്കൊത്തുണ്ട്, ഉള്ളിയുണ്ട്. ഉള്ളി ഞാൻ അരിഞ്ഞില്ല, ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞിട്ടില്ല, സവാള മാത്രമേ അരിഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പച്ചമുളക്, കറിവേപ്പില. അപ്പോൾ നമ്മൾ വലിയൊരു പാൻ നമ്മളെന്ത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചരിവാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ചൂടാക്കാൻ വെച്ചു. അതിൻ്റെ അതിൽ നോർമൽ പ്രൊസീജിയർ നമുക്ക് എണ്ണ ഒഴിച്ച് എടുക്കണം. അപ്പോൾ ബീഫൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഞാൻ ചൂടാക്കാൻ വെച്ചു. കാരണം അല്ലെങ്കിൽ ഇത് ഒരു ഉറഞ്ഞിരിക്കുന്ന നമുക്കൊരു വല്ലാത്തൊരു ഇതായിരിക്കും.
ഇങ്ങനെ ആക്കി വയ്ക്കുമ്പം ഇപ്പോൾ ഈ ഇത്രയും സാധനങ്ങൾ കൊണ്ട് നമുക്ക് 3 കൂട്ടം കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പറ്റും. അതെപ്പോഴും നമ്മൾ ആലോചിക്കും. ഇപ്പം നോൺ വെജ് റെഡിയാക്കുന്നെങ്കിൽ എല്ലാ ഇപ്പം ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും പ്രോൺസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോസ്റ്റ് ഉണ്ടാക്കാനാണെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് സെയിം ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പാചകം പെട്ടെന്ന് തീരുന്ന കൂട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമുക്കൊരു വലിയൊരു സ്ട്രെസ് ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യാം. അപ്പോൾ പാൻ നമ്മുടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്ത് ഈ എണ്ണ ഒഴിക്കുന്ന പാടാണ്. ഈ തണുപ്പ് കാരണം ഇവിടെ എണ്ണയെങ്കിൽ ആകെ ഒന്ന് ഇതായിട്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുക. ഒരു 2-2.5 സ്പൂണ് നമുക്ക് എണ്ണ ഇടാം. ഇത് വെളിച്ചെണ്ണയാണ്. 1 സ്പൂൺ കൂടി നമുക്കിടാം. ഇതാണ് ഓക്കെ. അപ്പം ഒരു 3 സ്പൂൺ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തിൽ ഇതും നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് 2 കിലോ ബീഫ്, അതായത് എല്ലില്ലാത്ത 2 കിലോ ബീഫും എല്ലുള്ള 1 കിലോ ബീഫുമാണ്. അപ്പോൾ മൊത്തം 3 kg ബീഫാണ് നമ്മൾ. 3 kg ബീഫ് ഇതെല്ലാം ആയി കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല ആക്ച്വലി. ഒക്കെ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് തേങ്ങാക്കൊത്തും കൂടെ ഇടുക. ഈ തേങ്ങാക്കൊത്ത് ആദ്യമേ ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ കിടന്ന് ആ ബാക്കിയുള്ള കൂട്ടത്തിൽ വഴഴുന്ന സമയത്ത് അപ്പോൾ എല്ലാം ഞാൻ ഇടത്തില്ല. ഞാൻ പറഞ്ഞില്ലേ ബീഫ് മാത്രമല്ല നമുക്ക് വെക്കാനുള്ളത്, ചിക്കനും വെക്കാനുണ്ട്, പ്രോൺസും ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ആവശ്യമായിട്ടുള്ളതുകൊണ്ട് കുറേശ്ശെ നമ്മൾ മാറ്റി വെച്ച്. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഇതൊക്കെ ഒന്നങ്ങോട്ട് വഴണ്ട് വരണം. പിന്നെ ആവശ്യത്തിന് സവാളയും കൂടി ഇട്ട് ഇതൊക്കെ എനിക്ക് എത്ര എടുക്കണമെന്നുള്ളൊരു തരത്തിൽ എനിക്ക് ഓക്കെ ഇത് ഇത്രയും ക്വാണ്ടിറ്റി നമ്മളുടെ കാഴ്ചയിലാണ് ആക്ച്വലി ഞാനത് സാധനം വെക്കുന്നത്. എനിക്ക് ഇട്ട് കഴിയുമ്പോൾ ഞാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇങ്ങനെ ഉപ്പിടുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഒത്തിരി ഉപ്പാണ്. ഒത്തിരി ഒന്നും ഉപ്പില്ല. ഒന്നാമത് ഈ ഒരു ഉപ്പിനൊരു എന്താണ് ഭയങ്കര ഉപ്പ് ഇത്തിരി ഏറെ ഇട്ടെങ്കിൽ മാത്രമേ അതിന് ഉപ്പ് തോന്നിക്കുന്നുള്ളൂ. പിന്നെ 2 പച്ചമുളകും ഇട്ടിട്ടുണ്ടായി. കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ കറിവേപ്പില നമുക്ക് ലാസ്റ്റ് വീഴണം, പച്ചക്കായിട്ട് വീഴണം. പിന്നെ ഇത് വഴറ്റുന്ന കൂട്ടത്തിലും ഞാൻ ഇച്ചിരി ഇടും. അപ്പോൾ ഇതൊന്ന് നല്ല വൃത്തിക്കൊന്ന് വഴണ്ട് വരണം. അതായത് ഞാൻ പറഞ്ഞില്ലേ 3 കിലോ ബീഫ് ഉണ്ടെങ്കിലും അത് ഞാൻ വേവിച്ചു. ചെറുതായിട്ട് അരിഞ്ഞ ബീഫാണ്. നല്ല വേവിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 3 കിലോ എന്ന് പറഞ്ഞാൽ കറക്റ്റ് പറഞ്ഞാൽ 1.5 കിലോയുടെ ബീഫിൻ്റെ ഒരു പൊലിപ്പവേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇതൊക്കെ മതി. 1.5 കിലോയ്ക്കൊക്കെ ഇത്രയും ഏകദേശം ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. 4 സവാള ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു 10-20 അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളി, പിന്നെ അതിനാവശ്യം 10 വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും ഒക്കെ ഇട്ട് ആ ഒരു കണക്കാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വഴണ്ട് വന്നതിൻ്റെ അകത്തിൽ നമുക്ക് ഇനി തക്കാളി ഇടണം. തക്കാളിയും കൂടി ഇട്ടിട്ട് നമുക്ക് അപ്പോൾ തക്കാളിയും കുറച്ച് നമ്മളിട്ട് എല്ലാ റോസ്റ്റിനും ഒരേ പ്രൊസീജിയറൊക്കെ തന്നെയാണ്. ആക്ച്വലി ഞാൻ കുക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞ് കുക്കിംഗ് വീട്ടിൽ മമ്മിയും പിന്നെ ചേച്ചിയൊക്കെ വെക്കുന്നത് കണ്ടിട്ടുണ്ട്, അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇല്ലെന്നല്ല, ആ സമയത്തൊന്നും നമ്മൾ ചെയ്യാറില്ല ആക്ച്വലി. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഷാർജയിൽ വന്നതിന് ശേഷമാണ് തനിയെ കുക്കൊക്കെ ചെയ്യാനായിട്ട് എടുത്തത്. നാട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യുകയൊക്കെ ചെയ്യും, പക്ഷെ അന്നപ്പോഴും നമ്മുടെ അമ്മമാരുണ്ടെങ്കിൽ നമ്മളത് ഇത്തിരി ഉഴപ്പിയൊക്കെയല്ലേ ചെയ്യുന്നത്. പിന്നെ നമ്മൾ തനിയെ താമസിക്കുമ്പോഴാണ് ഓരോ പരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ കുക്കിംഗ് കാണാൻ ഇഷ്ടമുള്ളൊരു ചാനൽ എന്ന് പറഞ്ഞാൽ ഷാൻജിയോടെ. എനിക്ക് എപ്പോഴും കുക്കിംഗ് ഞാൻ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കണ്ട ചാനൽ എപ്പോഴാണോ ഞാൻ ആ പുതിയതായിട്ട് വെച്ച് ആ ഒരു കുക്കിംഗ് ചെയ്തത്, ആ ചാനൽ ഒന്നോടൊന്ന് ഓടിച്ചിട്ടൊന്ന് കണ്ടിട്ട് വരണം. അല്ലെങ്കിൽ എൻ്റെ പാചകത്തിന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പൊടി ഇട്ടേക്കുന്നത് നല്ല വഴണ്ടതിന് ശേഷം ഞാൻ പൊടി ഇട്ടേക്കുന്നത് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കാണുമ്പോൾ ഇത് എരിവില്ലാത്ത മുളകായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ഇടുന്നത് കേട്ടോ. നിങ്ങൾ എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രമേ ഇടാവുള്ളൂ. പിന്നെ എനിക്ക് ഇതൊട്ടും എരിവില്ല. ഈ ഒരു കാശ്മീരി ചില്ലിക്ക് നല്ലൊരു കാശ്മീരി ചില്ലി ഇവിടുത്തെ ചെറിയൊരു ഗ്രോസറി ഉണ്ട് നമ്മുടെ അടുത്ത്, നല്ല കാശ്മീരി ചില്ലി കിട്ടുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് മേടിച്ചത്. അപ്പോൾ എനിക്ക് ഒന്നുകൂടെ ഒന്ന് കളറ് നമ്മുടെ ബീഫ് വരുമ്പോൾ ഒന്നുകൂടെ കളറ് കളറ് കൂടി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൻ്റെ അതിൽ പിന്നെ പച്ചമുളകും ഉണ്ട്. അപ്പോൾ എരിവില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ കറിക്ക്. നമ്മുടെ
എന്താ ചുമന്ന മുളകിൻ്റെ എരിവില്ല. അതാണല്ലോ കുറച്ചുകൂടെ നമുക്ക് പച്ചമുളകിൻ്റെ എരിവും കുരുമുളകിൻ്റെ എരിവൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഇതേ സുഖമുള്ള എരിവാണ്. അപ്പോൾ അതൊക്കെ നല്ലൊന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് അത് വഴണ്ടതിന് ശേഷം ഞാൻ ബീഫ് ഇട്ട് കണ്ടോ. അപ്പോൾ ഇതിപ്പം നമുക്കറിയാം, ഇതിപ്പോൾ ഒന്നും ഇതായിട്ടില്ല. ഇത് ഇനി ഇരുന്ന് വറ്റി വരണം. അപ്പോൾ ഞാൻ അടുത്ത ആ ബീഫ് ഇരുന്ന പാത്രം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ അകത്തിൽ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഈ സൈഡ് ഇപ്പുറത്തെ സ്റ്റൗവിൽ തന്നെ ഞാൻ വെച്ചു നമുക്ക് ചിക്കനും കൂടെ കൂട്ടത്തിലങ്ങ് ചെയ്യാം. അപ്പോൾ അവിടെ ബീഫ് ഇരുന്ന് വറ്റട്ടെ. അതായത് ഞാൻ വലിയ വെള്ളം ഒഴിച്ചില്ല. അപ്പോൾ ആ ബീഫിൻ്റെ തന്നെ വെള്ളമേ ഉള്ളൂ. ഇപ്പോൾ ആ ബീഫ് കറി പോലെ ആയിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത്. ആക്ച്വലി അങ്ങനെ ഡ്രൈ റോസ്റ്റ് ആയില്ല. എനിക്കൊരു ഇത്തിരി ഡ്രൈ ആക്കണം റോസ്റ്റ്. അപ്പോൾ ഇവിടെ എണ്ണ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്ന് വെച്ചാൽ നമുക്കൊരു മോര് കറിക്കും ആവശ്യമുണ്ട്, നമ്മുടെ പ്രോൺസ് റോസ്റ്റിനും ആവശ്യമുള്ള ഒരു വെളുത്തുള്ളി ഇഞ്ചിയാണ് ആ ഇരിക്കുന്നത്. കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇതൊക്കെ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത കാര്യം ഉള്ളിയും കൂടി ഇടുക. കുറച്ച് ചുവന്നുള്ളി മാത്രമേ ഇടുന്നുള്ളൂ. സവാള ഇടണം. ഇനി സവാള ഇട്ടു. അപ്പോൾ അപ്പുറത്ത് അതിൻ്റെ സൈഡിൽ ഞാൻ ബീഫ് ഇളക്കുന്നുണ്ട്, കാരണം അടിക്ക് പിടിക്കരുത്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല വെന്ത ബീഫാണ്, രസമാണ്. അതൊരു അത്ര ഇച്ചിരി നല്ല വെന്ത ബീഫ് നമുക്കിങ്ങനെ ഡ്രൈ ഒരു റോസ്റ്റായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. നമ്മളങ്ങനെ സ്ഥിരമായിട്ടൊന്നും മേടിക്കുന്നത്, എൻ്റെ ഒക്കേഷണലി നമ്മളിങ്ങനെ ബീഫ് മേടിക്കത്തില്ല. ഇപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും ബീഫും കാര്യങ്ങളൊക്കെ മേടിച്ചത്. അപ്പോൾ ഇതിവിടെ വഴറ്റാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വഴണ്ട് വരണം. അത് വഴണ്ട് വന്നതിന് ശേഷം വേണം മുളക് പൊടിയും മറ്റുള്ള പൊടികളെല്ലാം സെയിം മറ്റേ നമ്മുടെ ബീഫിനും ചിക്കനും ഒക്കെ ബീഫിനും ഒക്കെ എന്താണ് പൊടിയിട്ട മസാലപ്പൊടിയിട്ട് അതേപോലെ തന്നെ. അപ്പോൾ ഈ കണ്ടോ ഇച്ചിരി കൂടെ ഡ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ടു. കറിവേപ്പില എത്രമാത്രം ഇടാം. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ കറിവേപ്പിലയാണ്. ഇവിടെ തന്നെ എനിക്കൊരു ചെറിയ ബാൽക്കണി, ഞാൻ ചെറിയൊരു കറിവേപ്പില തൈയുണ്ട്. പിന്നെ കുരുമുളക് പൊടി എനിക്ക് കുറച്ചുകൂടെ ഒരു എരിവ് വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഡ്രൈ ആക്കണം. ഇത് ഇങ്ങനെ ഡ്രൈ ആകണം. ആ ഒരു നിറം മാറും. ആക്ച്വലി ആ ഒരു കറിയുടെ ഒരു നിറം മാറണം. ഇവിടെ മീൻ കറി ഞാൻ എല്ലാം ഒന്ന് സെറ്റാക്കി അത് മാറ്റി വെച്ചിട്ടുണ്ട്. ബീഫ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ആയിട്ടാണ്. ഇത് കൊഞ്ച് റോസ്റ്റാണ്. ബീഫ് അതിൻ്റെ കൊഞ്ച് റോസ്റ്റ് അതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ള ഇതെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കുറച്ചുകൂടെ ഒന്ന് വയലാനുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടെ വയറട്ടെ. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഉള്ള ആവശ്യത്തിനുള്ള പൊടികളും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കൊഞ്ച് റോസ്റ്റ് സൈഡിൽ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് വയറ്റാൻ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ നോക്കുകയാണ് അടിക്ക് കുക്കറിൽ എൻ്റെ നീളത്തിനനുസരിച്ച് കുക്കർ കുറച്ച് ഇത്തിരി പൊങ്ങിയായിരിക്കുന്നു. അപ്പം ഇത് കാണാൻ പറ്റത്തില്ല അടിവശം എന്തെങ്കിലും ആയോ ഇല്ലെന്ന്. കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി ഒന്ന് ഇതായെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിനുള്ള പൊടികളും പിന്നെ ഒരു ഉരുളൻകിഴങ്ങ് ഇടാൻ മറന്നുപോയി. ഉരുളൻകിഴങ്ങ് കൂടി ഇട്ടേക്കാം. ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുക നമുക്ക്. കാരണം നാടൻ കോഴിക്ക് കുറച്ച് ഉരുളൻകിഴങ്ങ്, എൻ്റെ ഹസ്ബൻഡിനെങ്കിൽ നാടൻ കോഴിക്കകത്ത് ഉരുളൻകിഴങ്ങ് ഇടണം. ഇത് നമുക്ക് കുറച്ച് എന്താണ് വെള്ളം പോലെ വെക്കാം, അല്ലെങ്കിൽ നല്ല ഡ്രൈറ്റ് പിറ്റേ ദിവസം വെച്ചാൽ കറി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം എടുത്ത് ഒന്നുകൂടെ ഡ്രൈ ആക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് നാടൻ കോഴിക്ക്. ആക്ച്വലി ഇവിടുത്തെ നല്ല ദേശി മുറുക്കി ഈ പാകിസ്ഥാനീസിൻ്റെ കടയിലൊക്കെ നമുക്ക് കിട്ടും, ദേശി മുറുക്കി. അപ്പോൾ അതാണ് നല്ല ടേസ്റ്റാണ്, നമ്മുടെ മറ്റേ കോഴീനേക്കാളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഒന്ന് ചെറുക്കനെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനാണ് നമ്മൾ പൊടികളും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ അതൊന്നും ഇതായിക്കോട്ടെ. അവിടെ നിന്ന് ഇതൊക്കെ ചെയ്യുമ്പോഴേ നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ ഇളക്കാതിരിക്കുന്ന സമയത്ത് തീ കുറച്ചേ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ഇതൊക്കെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് ഇളക്കി നോക്കാം.
കുറച്ച് ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, ഇതൊക്കെ ഇപ്പം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ പൊടികളിടുകയാണ്. മഞ്ഞൾപ്പൊടി, ഞാൻ കറിക്കൊക്കെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്തിരി ഏറെ ഇടുന്ന ഒരാളാണ്. അതിൻ്റെ മല്ലിപ്പൊടി അതിൻ്റെയും കൂടെ കുറച്ചേ എടുത്തുള്ളൂ ഞാൻ. മുളക് പൊടി ആവശ്യത്തിന്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എനിക്ക് സ്പൂൺ കണക്ക് അറിയത്തില്ല. എനിക്ക് കാണുമ്പോൾ ഒരു കളറ് വേണം. അതെന്തോ ഒരു സുഖമാണ് കാണുമ്പോൾ ഇച്ചിരി റെഡ് കളർ കറികളിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ചെടുത്തുള്ള മല്ലിപ്പൊടി, 1/2 സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം ഇടുന്ന മല്ലിപ്പൊടി. എന്താണേലും സാധാരണ ഞാൻ മീൻ കറി വെക്കുമ്പോൾ ഇതിപ്പം ഗസ്റ്റൊക്കെ വരുന്നുണ്ട് ഇത്തിരി മല്ലിപ്പൊടി ഇട്ടത്. ഇത് പെട്ടെന്ന് തന്നെ തീരുമല്ലോ. അല്ലെങ്കിൽ വെക്കാനുള്ള മീൻ കറി ആണെങ്കിൽ ഞാൻ മല്ലിപ്പൊടിയേ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇത് പൊടികളുടെയൊക്കെ ഒരു പച്ച നിറം മാറുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിയിലേക്ക് അടിക്ക് പിടിക്കാതെ നോക്കണം എപ്പോഴും. ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ചിക്കനൊക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇളക്കി, ചിക്കൻ്റെ തന്നെ വെള്ളമാണ്, ഞാൻ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചില്ല. ചിക്കൻ വേവിക്കാൻ വെച്ച് വെള്ളം തന്നെയാണ്. അപ്പുറത്ത് നമ്മുടെ ബീഫ് ഇരിപ്പുണ്ട്, ബീഫും ഒന്ന് സെറ്റായിട്ട് ഇരിപ്പുണ്ട്. അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. ഇളക്കി കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം അതെല്ലാം ചെയ്തൊന്ന് റെഡിയായി കഴിയുമ്പോഴത്തേക്കിന് ഇനിയിപ്പം നമുക്ക് ഇപ്പുറത്തെ ചിക്കൻ കറിക്ക് ഒത്തിരി വിസിലിൻ്റെ ആവശ്യമില്ല. ഞാൻ 16 വിസിലിട്ടാണ് നാടൻ കോഴി വേവിച്ചത്. നല്ല വെന്ത് കിട്ടി, എല്ല് വരെയും പൊടിഞ്ഞ് പോകുന്ന രീതിയിലുള്ള വേവ് കഴിഞ്ഞു. ഇപ്പോൾ 2 വിസിലടിച്ചാൽ മതി എനിക്ക്. അപ്പോൾ ബീഫ് നിർത്തിയിട്ടുണ്ട് ഞാൻ. നിർത്തിയ ബീഫ് ഇതാണ് കണ്ടോ. ഒരു കളറ് നമുക്ക് ഇത്തിരി ഒരു ബ്രൗൺ കളറായി. അപ്പോൾ ഞാനിങ്ങനെ വെള്ളം കെട്ടുന്നുണ്ട് നമുക്ക്. പിന്നെ നമ്മളുടെ ബീഫ് റെഡിയായി. ബീഫ് ഇനി അത് എടുത്ത് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം കെട്ടി. കൊഞ്ച് റോസ്റ്റ് നമ്മുടെ റെഡി ആയിരിക്കുന്നത്. ചിക്കൻ കറി ഇതാണ്. ചിക്കൻ കറി, ക്യാബേജ് തോരൻ. ഇതാണ് 5 മിനിറ്റിലത്തെ തട്ടിക്കൂട്ടും മാങ്ങാച്ചാറ്. പിന്നെ ഇത് നമ്മളുടെ മോരുകറിയാണ്. ഇത് തേങ്ങ ഒന്നും ഇടാത്ത മോരുകറിയാണ്. ഇത് കപ്പ കുഴച്ചതാണ്. ഇതും നല്ല മീൻകറിയും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറ്. അപ്പോൾ ഇതാണ് എല്ലാ നോൺ വെജ് സദ്യ മൊത്തവും കൂടെ. ഇതാണ് ഒരു ഇമേജ്. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ ക്രിസ്മസിൻ്റെ പിറ്റേ ദിവസം വന്ന കുറച്ച് ഫ്രണ്ട്സിൻ്റെയൊക്കെ ഫോട്ടോസും കൂടെ ആഡ് ചെയ്തേക്കാം. നല്ല ടേസ്റ്റായിരുന്നു, കപ്പയും മീനും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും കുറേ പുതിയ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ, ടാറ്റാ.